ഇജ്ജ് ആരോട് ചോദിച്ചിട്ടാണ് ഇമ്മാനെ വിളിച്ചത്? മോള് ഈ നേരായിട്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഓൻ വന്നാ ഇനി ചീത്ത കേൾക്കേണ്ടി വരും. മോളെ എന്തമ്മാ? വേഗം പണി നോക്കിക്കോ. നിങ്ങക്ക് യാത്ര പോകാനുള്ളതല്ലേ, ബാക്കിയുള്ള പണി ഞാൻ നോക്കിക്കൊണ്ട്. ഞങ്ങളല്ലല്ലോ, നമ്മളെല്ലാരും കൂടിയല്ലേ ഒപ്പം പോണത്. ഞാൻ എവിടുക്കാൻ മോളെ? ഇന്നേ വരെ ഞാൻ എവിടേക്കും പോയിട്ടില്ല. ഇന്നേ വരെ ഓനെ എവിടേക്കും എന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഉമ്മ ഇല്ല, എവിടേക്കും ഇല്ല ഞാന്. നിങ്ങൾ അതൊന്നും നോക്കണ്ട, മക്കാനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങള് വേഗം പോയി മാറ്റിക്കോളി. ഞാനുണ്ടാ? എന്നാ ഞാൻ പോയിട്ട് ഉമ്മ വേഗം പോയി പണിയൊക്കെ നോക്കട്ടെ. അല്ല ഫർസാന, ഇവള് എവിടെ? എത്ര നേരമായി ഞാൻ ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞിട്ടുള്ളത്? അല്ല നമുക്ക് പോണ്ടേ? ഇജ്ജ് ഇതുവരെ മാറ്റിയിട്ടില്ലേ? വേഗം വാടോ. അല്ലാ, ഞാനേ ഇന്ന് എന്റെ കുട്ടികളെ കൂടെ നാട്ടിലേക്ക് പോവാ. സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ. ഇമ്മ ഇക്ക വിളിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം വരും. നിങ്ങൾ മാറ്റലൊന്നും കഴിഞ്ഞിട്ടില്ല. ആ മോളെ, എന്റെ മാറ്റി ഞാൻ എപ്പോഴും റെഡി ആയിക്കണത്. ഇതമ്മ വന്നല്ലോ. അല്ല ഇജ്ജിപ്പ എന്താ പറഞ്ഞത്? ഉമ്മ ആരോട് ചോദിച്ചിട്ട് ഉമ്മാനെ വിളിച്ചത്? എന്നോട് വല്ലതും ചോദിച്ചാ ജിമ്മ വരും എന്നുള്ള കാര്യം? അല്ലക്കാ, എന്താ ഉമ്മ നമ്മളെ കൂടെ വന്നാല്? ഉമ്മാനെ പറ്റിട്ട് വല്ലതും എനിക്ക് അറിയോ? ഒന്ന് ജസ്റ്റ് നോക്ക് ഉമ്മാന്റെ കോലം. എന്താണ് ആ കോലം നോക്ക്. ഈ കോലം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉമ്മാനെ മാളിൽ കൊണ്ടുപോകും? നിങ്ങൾക്ക് ഇപ്പൊ ഉമ്മാക്ക് വിദ്യാഭ്യാസമല്ല, നടക്കാൻ വയ്യ, ഡ്രസ്സ് മോശമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ആണ്. എടോ, അവിടെ എസ്കലേറ്റർ ആണ്, സ്റ്റെപ്പും കൂടിയല്ല. ഈ ഉമ്മാനെ കാലോണ്ട് വയ്യാത്ത ഉമ്മാനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുക? എസ്കലേറ്റർ മാത്രമൊന്നല്ലല്ലോ, തൊട്ടടുത്ത് ലിഫ്റ്റ് ഇല്ലേ, അതിലും ഉമ്മാനെ നമുക്ക് കൊണ്ടുപോയിക്കൂടെ? ഒരു തുള്ളി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഉമ്മാനെ നമ്മൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോവുക? ഒന്നില്ലെങ്കിൽ ആ ഉമ്മങ്ങളെ 10 മാസം ചുമന്ന് പ്രസവിച്ച് ഇത്ര നിലക്കൊരു എത്തിച്ചില്ലേ, അതിനെങ്കിലും നിങ്ങൾക്ക് ഉമ്മാനൊരു നന്ദി വേണ്ടേ? ഇതൊക്കെ പടച്ചോ കാണുന്നുണ്ട് കേട്ടാ. ഇജി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉമ്മ ഇവിടുന്ന് പടി കിടക്കൂല. അനക്ക് വരുന്നെങ്കിൽ ഇജി പോരെ, വലിയ ചിലക്കാൻ നിൽക്കണ്ട. അനക്ക് വേണോ ഇജി പോരെ. ഇമ്മാര് സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ വരാൻ നിൽക്കാം. മോളെ, ഉമ്മാന്റെ കാരണത്താൽ നിങ്ങൾ തല്ലും വരുന്നിട്ടാ. ഞാൻ ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം. നിങ്ങൾ എന്റെ കാരണം നിങ്ങൾ തല്ലി തിരക്കൊന്നും കൂടാൻ നിൽക്കണ്ടിട്ടാ. കുട്ടി പോയിക്കോളേ, വെറുതെ ഓനായിട്ട് വർത്താനം ഉണ്ടാക്കാൻ നിൽക്കണ്ട. കുട്ടി പോയിക്കോ. ഞാൻ ഇല്ല, അമ്മ വരില്ല. ഞാൻ ഇല്ലായിട്ടാണ്. പഠിച്ചോനെ, നമ്മളെങ്ങനെ വളർത്തി വലുതാക്കിയ മക്കളാണ്. ഇപ്പൊ ഓർക്ക് നമ്മളെ പുറത്ത് കൊണ്ടുപോകാൻ നാണക്കേടാണ്. കാലുകൊണ്ട് നടക്കാൻ വയ്യ. ഉമ്മാനെ പറ്റൂല. നാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആളല്ല ഞാന്. മക്കൾക്ക് ഭയങ്കര നാണക്കേടാണ്. പഠിച്ചോനെ, എന്റെ മകനക്ക് അള്ളാഹു പുറത്ത് കൊടുത്തു റബ്ബേ. ഇവരില്ലാത്തോണ്ടാവും എന്റെ മകൻ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നെ കൊണ്ടുപോകാൻ ഓനക്ക് നാണക്കേടാണ്. ഉമ്മക്ക് കാലുകൊണ്ട് വയ്യ, നാണക്കേടാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്റെ കുട്ടി എന്നെ കൊണ്ടുപോകാൻ അങ്ങനെ മടി കാട്ടുന്നത്. സാറില്ല റബ്ബേ, എന്റെ കുട്ടി വിവരമില്ലാത്തോണ്ടാവും ഇങ്ങനൊക്കെ പറയണത്. അള്ളാഹുവേ, എന്റെ മകനക്ക് പുറത്ത് കൊടുക്ക് റബ്ബേ, എന്റെ കുട്ടിക്ക്.